നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ടീം ഇന്ത്യയോട് വീണ്ടും പൊട്ടിത്തകർന്നു പാകിസ്ഥാൻ. T20 വേൾഡ് കപ്പിൽ 61 റൺസിന് ഇന്ത്യൻ ടീമിനോട് തോറ്റതിന് ശേഷം അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഘ തോൽവിയുടെ കാരണങ്ങൾ പറയുന്നു. ഞങ്ങൾ 4 സ്പിന്നേഴ്സിനെ ഒക്കെ വെച്ച് ഇറങ്ങിയതാണ്, പക്ഷേ പണിപാളി. ഓഫ് ഡേ ആയിരുന്നത്രേ. ആർക്ക്? ഒരു കളിക്കാരന് ഓഫ് ഡേ ആകുന്നത് നമുക്കറിയാം, പക്ഷെ 4 സ്പിന്നർമാർക്കും ഓഫ് ഡേ ആവുക, പിന്നെ ബാറ്റർമാർക്ക് മൊത്തം അങ്ങനെ ആവുക. ഇത് പേടിപ്പനിയാണ്, വേറെ ഒന്നുമല്ല. ഇന്ത്യ എന്ന് കേട്ടാൽ തന്നെ മുട്ട് ഇടിക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്. അതാണിപ്പോൾ സമീപകാലത്ത് എല്ലാ കളികളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുട്ടിടിക്കൽ പൊട്ടി തകർന്നത് അവിടെയാണ്. ഏതായാലും അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഘ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ 4 സ്പിന്നേഴ്സിനെ വെച്ചാണ് ഇറങ്ങിയത്, പക്ഷേ അവർക്കൊരു ഓഫ് ഡേ ആയിരുന്നു. എക്സിക്യൂഷൻ മിസ്സായി ചില പാർട്ടുകളിൽ. ബാറ്റ് കൊണ്ടാണെങ്കിലോ ഞങ്ങൾ നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തില്ല. പവർ പ്ലേയിൽ തന്നെ 3-4 വിക്കറ്റുകൾ വീണു പോയാൽ പിന്നെ നമ്മൾ കളിയിൽ പുറകിലായി പോകും. ഫസ്റ്റ് ഇന്നിങ്സിൽ പിച്ച് കുറച്ചുകൂടി ടാക്കി ആയിരുന്നു, ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിച്ച് സെക്കൻഡ് ഇന്നിങ്സിൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്തത്, പക്ഷേ ഞങ്ങൾ ആ സിറ്റുവേഷൻ അനുസരിച്ചല്ല പന്തെറിഞ്ഞത്. സ്വയം ഞങ്ങൾക്ക് ബാറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാനും പറ്റിയില്ല. ഇത്തരം ഗെയിമുകളിൽ ഇമോഷൻസ് എല്ലായ്പ്പോഴും വളരെ ഹൈ ആയിരിക്കും. ഞങ്ങൾ ആ ഇമോഷനുകൾ ഡീൽ ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഗെയിമുകളൊക്കെ കളിച്ച് പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ഒന്നും വേണ്ട വിധത്തിലായില്ല ഈ മത്സരത്തിൽ. ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തെ സമയത്തിനുള്ളിൽ അടുത്ത മത്സരം കളിക്കാനുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഞങ്ങൾക്ക് ആ മത്സരം വിജയിക്കണം, ക്വാളിഫൈ ചെയ്യണം. ദെൻ സൂപ്പർ 8 ആവുന്നതോടുകൂടി ഇതൊരു പുതിയ ടൂർണമെന്റ് എന്ന രൂപത്തിലേക്ക് മാറും എന്നുകൂടി സൽമാൻ അലി ആഘ പറയുന്നു. വി ഹാവ് എ ഗെയിം ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് വി ഹാവ് ടു ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. വി നീഡ് ടു വിൻ ദാറ്റ് ആൻഡ് ക്വാളിഫൈ, ദെൻ ഇറ്റ് ഈസ് എ ന്യൂ ടൂർണമെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സുവ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.